ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസിനെ പറ്റിയിട്ടാണ്. പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസിനെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് എന്നും രണ്ട് പെരിഫറൽ പ്രോട്ടീൻസ് എന്നും. ഓക്കെ, എന്താണ് പെരിഫറൽ പ്രോട്ടീൻസ് എന്ന് വെച്ചാൽ, ഈ പ്ലാസ്മ മെംബ്രെയിൻ നമുക്കറിയാം, ഇതാണ് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ അല്ലേ. ഇതിലുള്ള ഒരുപാട് ഫോസ്ഫോലിപ്പിഡ്സ് ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ സോ ദിസ് ഇസ് പ്ലാസ്മ മെംബ്രെയിൻ. ആ പ്ലാസ്മ മെംബ്രെയിനെ ജസ്റ്റ് അതിൻ്റെ സർഫസിൽ ടച്ച് ചെയ്തിരിക്കുന്ന പ്രോട്ടീൻസ് ആണെന്ത്, പെരിഫറൽ പ്രോട്ടീൻസ് അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഒരു സെല്ലിൽ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാകുമ്പോൾ തന്നെ അതിലൊരു എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് ഉണ്ടായിരിക്കും, ഒരു ഇൻട്രാ സെല്ലുലാർ സ്പേസ് ഉണ്ട്. ഇവിടെ എന്താണുള്ളത്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എന്താ ഉള്ളത്, ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡാണ് ഇവിടെ ഉള്ളത്. ക്ലിയർ അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു സർഫസ് ഒന്നെങ്കിൽ ഇൻട്രാ സെല്ലുലാർ സർഫസിലായിരിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ സർഫസിലായിരിക്കാം. ആ സർഫസ് ടച്ച് ചെയ്തിരിക്കുന്ന പ്രോട്ടീൻസ് ആണെന്ത്, പെരിഫറൽ പ്രോട്ടീൻസ്. അതെവിടെ ആയിരിക്കാം, ഒന്നെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ സൈഡിലായിരിക്കാം, അല്ലെങ്കിൽ ഇൻട്രാ സെല്ലുലാർ സൈഡിലായിരിക്കാം. അപ്പോൾ അവർ എവിടെ ആയിരിക്കും ടച്ച് ചെയ്തിരിക്കുന്നുണ്ടാവുക, ഈ പറഞ്ഞ ഫോസ്ഫോലിപ്പിഡിൻ്റെ ഫോസ്ഫേറ്റിക് ഗ്രൂപ്പ് മാത്രം അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നതായിരിക്കും പെരിഫറൽ പ്രോട്ടീൻസ്. അപ്പോൾ എന്തായിരിക്കും ഇൻ്റഗ്രൽ പ്രോട്ടീൻസ്, അവർ ഇതുപോലെ പെരിഫറൽ പ്രോട്ടീനെ പോലെ ജസ്റ്റ് ഇതിന്മേൽ ടച്ച് ചെയ്തിരിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ഈ ഫോസ്ഫോലിപ്പിഡ്സുമേ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കുകയല്ലേ ചെയ്യുന്നത്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്ലാസ്മ മെംബ്രെയിനിലോട്ട് ഈ പ്ലാസ്മ മെംബ്രെയിനെ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും. കണ്ടോ, ഈ ഒരു പ്രോട്ടീൻ നോക്കുക, ഈ വയലറ്റ് നിറത്തിലുള്ള പ്രോട്ടീൻ നോക്കുക, അത് പ്ലാസ്മ മെംബ്രെയിനിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അതുപോലെ ഈ പ്രോട്ടീൻ നോക്കുക, ഇതെന്തായിട്ട് നല്ലോണം ഇറങ്ങി നിൽക്കുന്നുണ്ട് അല്ലേ, തുളച്ചിങ്ങോട്ട് കയറിയിട്ടുണ്ട്. പ്ലാസ്മ മെംബ്രെയിൻ തിക്നെസ് മൊത്തം തുളച്ചിങ്ങോട്ട് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് പ്ലാസ്മ മെംബ്രെയിനെ ഇമ്മേഴ്സ് ചെയ്തിട്ടുള്ള, ഇറക്കി വെച്ചിട്ടുള്ള ആൾക്കാരാണെന്ത്, ഇൻ്റഗ്രൽ പ്രോട്ടീൻസ്. പ്ലാസ്മ മെംബ്രെയിൻ്റെ സർഫസിൽ ജസ്റ്റ് ടച്ച് ആയി നിൽക്കുന്ന പ്രോട്ടീൻസ് ആണെന്ത്, പെരിഫറൽ പ്രോട്ടീൻസ്. ക്ലിയർ അല്ലേ. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നതാണ് ഇൻ്റഗ്രൽസ്. ക്ലിയർ അല്ലേ. ആ ഇൻ്റഗ്രൽസിൽ നമ്മൾ ഈ രണ്ട് ഇൻ്റഗ്രൽസ് നോക്കുക, ഇതും ഇൻ്റഗ്രൽസ് ആണ്, ഇതും ഇൻ്റഗ്രൽസ് ആണ്. ഇതിൽ ഈ ഒരു എന്താ പറയുക, ഒരു ഓറഞ്ച് എന്ന് പറയാൻ പറ്റില്ല, യെല്ലോ എന്നും പറയാൻ പറ്റില്ല, ആ നിറത്തിലുള്ള ഇയാളുണ്ടല്ലോ, ഇയാളെ ശ്രദ്ധിക്കുക. ഇയാളും ഇൻ്റഗ്രലാണ്, ഈ വയലറ്റും ഇൻ്റഗ്രലാണ്. പക്ഷേ എന്താ വ്യത്യാസം, ഈ ഒരു ഇൻ്റഗ്രൽ പ്രോട്ടീൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയാൾ ജസ്റ്റ് ഇമ്മേഴ്സ് ചെയ്തിരിക്കുകയല്ല ചെയ്തിരുന്നത്. ഇമ്മേഴ്സ് ചെയ്തിട്ട് ആ മെംബ്രെയിൻ മൊത്തമായിട്ടല്ലേ, ആ തിക്നെസ്സിനെ മൊത്തമായിട്ട് സ്പാൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എക്സ്ട്രാ സെല്ലുലാർ ഈ ഒരു ഇൻ്റഗ്രൽ പ്രോട്ടീൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലെന്തുണ്ട്, ഒരു എക്സ്ട്രാ സെല്ലുലാറിൽ ഒരു സൈഡും ഉണ്ട്, ഇൻട്രാ സെല്ലുലാർ ഒരു സൈഡുണ്ട്. എന്ന് വെച്ചാൽ ആ വോൾ പ്ലാസ്മ മെംബ്രെയിനെ സ്പാൻ ചെയ്തിരിക്കുകയാണ് ആര്, മനസ്സിലുണ്ടോ. ആ വോൾ പ്ലാസ്മ മെംബ്രെയിനെ സ്പാൻ ചെയ്തുകൊണ്ടാണ് ആയിരിക്കുന്നത്, ഈ ഇൻ്റഗ്രൽ പ്രോട്ടീൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് നമ്മൾ എന്ത് വിളിക്കാറുണ്ട്, ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ എന്താണ് സാധാരണ ഒരു ഇൻ്റഗ്രൽ പ്രോട്ടീൻസും, ഇതൊരു ഇൻ്റഗ്രൽ പ്രോട്ടീനാണ്, ഇതൊരു ഇൻ്റഗ്രൽ പ്രോട്ടീനാണ്. പക്ഷേ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീനിൻ്റെ സാധാരണ ഇൻ്റഗ്രൽ പ്രോട്ടീനിലെ വ്യത്യാസം എന്താണ്, ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ എന്ത് ചെയ്യും, പ്ലാസ്മ മെംബ്രെയിനെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പാൻ ചെയ്യുന്നുണ്ട്, അങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്, മൊത്തമായിട്ട് എന്ത് ചെയ്യും, ക്രോസ് ചെയ്തുകൊണ്ട് പോകും. ക്ലിയർ അല്ലേ. അപ്പോൾ അതിലെന്തുണ്ടായിരിക്കും, ഒരു എക്സ്ട്രാ സെല്ലുലാർ പോർഷൻ ഉണ്ടായിരിക്കും, ഒരു ഇൻട്രാ സെല്ലുലാർ പോർഷൻ ഉണ്ടായിരിക്കും. അതാണെന്ത്, ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസ്. ക്ലിയർ അല്ലേ. അപ്പോൾ അത് വേണമെന്നില്ല, അത് നമ്മൾ വ്യത്യാസം ഒന്ന് പറഞ്ഞതെന്നുള്ളൂ. ഓക്കെ. അപ്പോൾ പ്രോട്ടീൻസ്, പ്ലാസ്മ മെംബ്രെയിനിൽ കാണുന്ന പ്രോട്ടീൻസ് രണ്ട് തരത്തിലുണ്ട്, ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ഉണ്ട്, പെരിഫറൽ പ്രോട്ടീൻസ് ഉണ്ട്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻ ഓഫ് പ്രോട്ടീൻസ് ആണ്. നേരത്തെ നമ്മൾ കൊളസ്ട്രോൾ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടീൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി, ഒരു പാക്കിംഗ് ഇഫക്റ്റ് ആരും കൊടുക്കുന്നുണ്ട്, ഈ പറഞ്ഞ പ്രോട്ടീൻസും കൊടുക്കുന്നുണ്ട്. ക്ലിയർലേ. നമ്മൾ കൊളസ്ട്രോളിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞ പോലെ തന്നെ അതിൽ ആ ഒരു ഇൻറ്റഗ്രിറ്റി, ആ ഒരു പാക്കിംഗ് ഇഫക്റ്റ് ആരും കൊടുക്കുന്നുണ്ട്, ഈ പ്രോട്ടീൻസും കൊടുക്കുന്നുണ്ട്. ക്ലിയർലേ. പിന്നെന്താണ്, ഈ പ്ലാസ്മ മെംബ്രെയിൻ, ഇതാണ് പ്ലാസ്മ മെംബ്രെയിൻ, ഇതിൻ്റെ മേലുള്ള ഒരു ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ, ഒരു ഇൻറ്റഗ്രൽ പ്രോട്ടീൻ അവിടെ വരച്ചിട്ടുള്ളത്. ഇവരെന്തായിട്ട് ആക്ട് ചെയ്യുന്നു, ചാനലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ചാനലായിട്ട് ആക്ട് ചെയ്യുന്നു. ഇവർക്ക് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, ചില ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ എന്താണ്, ഇവർ ട്രാൻസ്പോർട്ടറായിട്ട് ആക്ട് ചെയ്യുന്നു. ചില ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ ട്രാൻസ്പോർട്ടറായിട്ട് ആക്ട് ചെയ്യുന്നു. ചില പ്രോട്ടീൻസ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, പമ്പായിട്ട് ആക്ട് ചെയ്യുന്നു. ക്ലിയർലേ. ഈ ചാനൽ, ട്രാൻസ്പോർട്ടർ, പമ്പ് എന്നൊക്കെ വെച്ചാൽ എന്താണ്, സെല്ലിൻ്റെ പുറത്തുനിന്ന് ഉള്ളിലേക്കോ അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് പുറത്തേക്കോ ഉള്ള വ്യത്യസ്ത മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് സാധ്യമാക്കുന്ന ആൾക്കാരാണെന്ത്, ഈ ചാനൽ പ്രോട്ടീൻസ് ആയാലും ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻസ് ആയാലും പമ്പായാലും ഒക്കെ. ക്ലിയർലേ. അതിൽ ഈ ചാനൽസ് ശ്രദ്ധിക്കുക, ഇതിൽ ചാനൽസ്, ഇതിപ്പോൾ ഒരു ചാനൽസിന് എക്സാമ്പിളാണ്.
നമ്മൾ ഫസ്റ്റ് ഈ ഡയഗ്രം എന്താണ്, ഈ ഡയഗ്രം എന്താണ്, ഒരു ചാനൽ പ്രോട്ടീനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നീല നിറത്തിൽ കാണുന്നതാണ് ഒരു ചാനൽ പ്രോട്ടീനാണ്. അതിലൂടെ ഒരു പച്ച നിറത്തിലുള്ള മോളിക്യൂൾസ് വരുന്നത് കണ്ടോ. ഇതിപ്പോൾ ഒരു സോഡിയം അയോൺസൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ നീല പ്രോട്ടീനെ വിളിക്കുന്ന പേരെന്താ പറയുക, സോഡിയം ചാനൽസ് എന്ന് വിളിക്കുക. എന്താണ് ചാനൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ചാനൽസിലൂടെ ഒരു മോളിക്യൂൾസ് ഇപ്പോൾ സോഡിയം ആയിരിക്കുക, ഈ സോഡിയം മോളിക്യൂൾസിന് ഉള്ളിലോട്ട് ഇങ്ങനെ വരാൻ എനർജി ആവശ്യമില്ല. അതുകൊണ്ട് അതെന്താണ്, പാസീവ് ട്രാൻസ്പോർട്ടാണ്. പാസീവ് ട്രാൻസ്പോർട്ടാണ്. അത് വരില്ല എങ്ങനെയാണ്, സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് എന്ത് ചെയ്യുക, മോളിക്യൂൾസ് ചാനലിലൂടെ പാസ് ചെയ്യുക. എന്താണ് സിമ്പിൾ ഡിഫ്യൂഷൻ? കുറേയുള്ള ഒരു ഭാഗത്തുനിന്ന്, ഇപ്പോൾ ഇവിടെ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട് വിചാരിക്കുക, ഇവിടെ ആ മോളിക്യൂൾസ് കുറച്ചുള്ളിയായിരിക്കുക. ക്ലിയർ അല്ലേ? ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 6 സോഡിയം മോളിക്യൂൾസ് ഉണ്ടായിരിക്കുക, ഇവിടെ ആ സോഡിയം മോളിക്യൂൾസ് 1 ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ കുറേ സോഡിയം മോളിക്യൂൾസ് എവിടെയുള്ളത്, ഇവിടെയാണുള്ളത്, സെല്ലിൻ്റെ പുറത്താണുള്ളത്. കുറച്ച് എവിടെയുള്ളത്, സെല്ലിൻ്റെ ഉള്ളിലാണുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ കൂടുതലുള്ള ഭാഗം എന്ത് ചെയ്യും, കുറഞ്ഞ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വരും അല്ലേ. അപ്പോൾ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്ത് നിന്ന് മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തോട്ട് വരുന്നതിന് വിളിക്കുന്ന പേര് നമ്മളത് ഡിഫ്യൂഷൻ. സോ വാട്ട് ഈസ് ഡിഫ്യൂഷൻ? ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് എ മോളിക്യൂൾ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അപ്പോൾ ഉള്ളോടത്തുനിന്ന് ഇല്ലാത്തോടത്തേക്ക് പോണതാണത് ഡിഫ്യൂഷൻ. അപ്പോൾ ഈ ചാനലിൻ്റെ ഉള്ളിൽ കൂടി നടക്കുന്ന പരിപാടി എന്തായിരിക്കും, ഡിഫ്യൂഷൻസ് ആയിരിക്കും. ചാനലിൻ്റെ ഉള്ളിൽ കൂടി നടക്കുന്ന പരിപാടി എന്തായിരിക്കും, ഡിഫ്യൂഷൻസ് ആയിരിക്കും. അതിനെന്ത് വേണ്ട, പ്രത്യേകിച്ച് എനർജി ഒന്നും വേണ്ട. അതുകൊണ്ട് അതെന്താണ്, പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും, പാസീവ് ട്രാൻസ്പോർട്ട്. അപ്പോൾ എന്തായിരിക്കും ആക്റ്റീവ് ട്രാൻസ്പോർട്ട്? നേരെ റിവേഴ്സ്. ഒരു മോളിക്യൂൾസിൻ്റെ കുറഞ്ഞ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുക, അത് കൂടുതലുള്ള സ്ഥലത്തേക്ക് പോവുക. എന്ന് വെച്ചാൽ ഇല്ലാത്തോടത്ത് നിന്ന് എന്ത് ചെയ്യുക, ഉള്ളോടത്തേക്ക് പോവുക. അപ്പോൾ ഒരു മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ ഒരു സ്ഥലത്ത് വളരെ കുറവാണെന്ന് വിചാരിക്കുക. ചില സെല്ലിൻ്റെ ഉള്ളിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ് വിചാരിക്കുക, സെല്ലിൻ്റെ പുറത്ത് എന്താണ്, അതിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണെന്ന് വിചാരിക്കുക. അത് അവിടെ ശ്രദ്ധിക്കുക. ഇവിടെ സെല്ലിൻ്റെ പുറത്ത് എന്താണ്, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. സെല്ലിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരുപാട് ഈ മോളിക്യൂൾസ് ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു എ എന്നുള്ള മോളിക്യൂളാണ് നിൽക്കുക. അപ്പോൾ എ എന്നുള്ള മോളിക്യൂൾ എന്തുണ്ട്, സെല്ലിൻ്റെ പുറത്തുണ്ട് ഇഷ്ടംപോലെ എ എന്നുള്ള മോളിക്യൂൾസ് സെല്ലിൻ്റെ പുറത്ത് കുറച്ച് എ എന്നുള്ള മോളിക്യൂളുള്ളൂ. പക്ഷേ സെല്ലിൻ്റെ ഉള്ളിലുണ്ട് ഒരുപാട് എ എന്നുള്ള മോളിക്യൂൾസ് ഉണ്ട്. എന്നിരുന്നാൽ കൂടിയും ഈ കുറഞ്ഞ ഭാഗത്തുനിന്നാണ് ഈ കൂടുതലുള്ള ഭാഗത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇതെന്താണ്, എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ. പാസീവ് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഉള്ളോടത്തുനിന്ന് ഇല്ലാത്തോടത്തേക്ക് പോവുകയാണ്. ആക്റ്റീവ് പറഞ്ഞാൽ എന്താണ്, ഇല്ലാത്തോടത്തുനിന്ന് ഉള്ളോടത്തേക്ക് പോവുകയാണ്. ക്ലിയർ വെച്ചാൽ കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്തേക്ക് പോകുന്നതാണത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രോട്ടീൻസ് ആണെന്ത്, പമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പമ്പ് എന്താണ്, ഒരു പ്രോട്ടീനാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ പമ്പ് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, അവിടെ എനർജി വേണം. ATP രൂപത്തിൽ അവിടെ നിന്ന് വേണം, എനർജി വേണം. ക്ലിയർ അല്ലേ? അപ്പോൾ പമ്പ് എന്താ ചെയ്യുന്നത്, കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തുനിന്ന് കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു, മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് പോസിബിൾ ആക്കുന്നു, സാധ്യമാക്കുന്നു, യൂസിങ് എനർജി. അതാണെന്ത് പമ്പ് എന്ന് വെച്ചാൽ അല്ലേ. ഇനി ട്രാൻസ്പോർട്ടേഴ്സ് ഉണ്ട്. ട്രാൻസ്പോർട്ടേഴ്സ് ചിലതെന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഴ്സ് ഉണ്ട്, ചിലതെന്താണ് പാസീവ് ട്രാൻസ്പോർട്ടേഴ്സ് ഉണ്ട്. ചില ട്രാൻസ്പോർട്ടേഴ്സ് എന്തുണ്ട്, ഈ പറഞ്ഞ ഡിഫ്യൂഷൻ വഴി കടത്തിവിടുന്നുണ്ട്. ചില ആൾക്കാർ എന്താണ് ആക്റ്റീവ് പമ്പ് പോലെ ആക്ട് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഴ്സ് ഉണ്ട്. പക്ഷേ ട്രാൻസ്പോർട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവരിങ്ങനെ ഇവിടെ ഒരു മോളിക്യൂൾസ് ഉണ്ട് വിചാരിക്കുക. ഈ മോളിക്യൂൾസിനെ ഇങ്ങോട്ട് വിടാൻ വേണ്ടിയിട്ട് ഈ ട്രാൻസ്പോർട്ടേഴ്സ് എന്നാൽ ഇതാണ്, ഈ നീല സാധനമാണ് ഈ ട്രാൻസ്പോർട്ട്. ഈ നീല ആൾക്കാരെന്താ ട്രാൻസ്പോർട്ടേഴ്സ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ രൂപം മാറ്റുന്നുണ്ട്. അപ്പോൾ രൂപം മാറ്റിയും കൊണ്ടാണ് അവരെന്ത് ചെയ്യണത്, അവർക്കൊരു കൺഫർമേഷൻ ചേഞ്ച് സംഭവിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യണത്, അവർ പുറത്തുള്ള മോളിക്യൂൾസിനെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. ക്ലിയർ അല്ലേ? ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ഇന്നലെ നമ്മുടെ വാട്സാപ്പിൽ നമ്മൾ ഒരു കുട്ടി ചോദിച്ച ക്വസ്റ്റ്യൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മളൊരു കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ ഒരു വാട്സാപ്പ് ഓഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഇതിനെപ്പറ്റി എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾ അതിൽ നോക്കുക, അല്ലെങ്കിൽ ഈ റിവിഷൻ്റെ ലെങ്ത്ത് കൂടിപ്പോവും. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ അധികം പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇത്ര ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ മോളിക്യൂൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആര് സഹായിക്കുന്നുണ്ട്, സെല്ലിന് അക്രോസ് ആയിട്ട് പുറത്തുനിന്ന് ഉള്ളിലേക്കോ അല്ലെങ്കിൽ സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കോ മോളിക്യൂൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്, പ്രോട്ടീൻസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ട്രാൻസ്പോർട്ടർ സഹായിക്കുന്ന വ്യത്യസ്തമുള്ള പ്രോട്ടീൻസാണ് എന്ത്, ചാനൽസ്, ട്രാൻസ്പോർട്ടേഴ്സ്, പമ്പ്. ക്ലിയർ അല്ലേ? ഇതിൽ ചാനൽസിന് വർക്ക് ചെയ്യാൻ എനർജി വേണ്ട, പക്ഷേ പമ്പിന് വർക്ക് ചെയ്യാൻ എനർജി വേണം. ഇനി ട്രാൻസ്പോർട്ടേഴ്സിന് വർക്ക് ചെയ്യണമെങ്കിൽ അത് എനർജി കൊണ്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനർജി ഇല്ലാണ്ട് വർക്ക് ചെയ്യണമുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് എൻ്റെ ഫസ്റ്റ് ഫംഗ്ഷനിൽ പഠിക്കാനുള്ളത്. സോ സം ഓഫ് ദി പ്രോട്ടീൻസ് ആർ ചാനൽസ് ആൻഡ് സം അതേഴ്സ് ആർ ട്രാൻസ്പോർട്ടേഴ്സ് ആണ്. ചിലർക്ക് എന്താ ട്രാൻസ്പോർട്ടേഴ്സ് ആണ്, ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ആണ്. ചിലർക്ക് എന്താ പമ്പാണ്. ഓക്കെ, പിന്നെ
പിന്നെ ഇവരെ ഫംഗ്ഷൻസ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നു, ഒരു റിസപ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. എന്താണ് ഇവർ റിസപ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവരെന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, റിസപ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇവർ സെൽ അഡീഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, സെൽ അഡീഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ചില പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നു, ഒരു സെല്ലിനെ മറ്റൊരു സെല്ലായിട്ട് അറ്റാച്ച് ചെയ്യിപ്പിക്കാനും ഒരു സെല്ലിനെ അതിൻ്റെ ബേസ് ലാമിനായിട്ട് അറ്റാച്ച് ചെയ്യിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് അതിൻ്റെ ഫംഗ്ഷൻ, പ്രോട്ടീൻസ് ഫംഗ്ഷൻ, ചില പ്രോട്ടീൻസ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്നു. ചില പ്രോട്ടീൻസ് എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്നു. ഈ ഒരു സ്ലൈഡിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഈ ഒരു റിവിഷൻ വീഡിയോയിൽ പറയുന്നില്ല, ലെങ്ത് കൂടുന്നുള്ളതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഇതിൻ്റെ വോയിസ് ക്ലിപ്പ് ഇന്നലെ ഈ സ്ലൈഡിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് ഈ സ്ലൈഡിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വാട്സാപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ സ്ലൈഡ് കാണുന്ന, ഈ ഒരു സ്ലൈഡിൻ്റെ ഒരു ഫോട്ടോ കാണുന്ന ഒരു വാട്സാപ്പിലൊരു ഒരു പോസ്റ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ താഴെ ഈ സ്ലൈഡിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വ്യക്തമായിട്ട് ഈ 3 ഗ്രാഫിലും എന്താണ് പ്രോട്ടീൻ എൻസൈം എന്ന് പറയുന്നത്, എന്താണ് റിസപ്റ്റർ എന്ന് ഉദ്ദേശിച്ചത്, എന്താണ് സെൽ അഡീഷൻ മോളിക്യൂൾ കൊണ്ട് ഉദ്ദേശിച്ചത്, ഈ 3 കാര്യങ്ങളും വാട്സാപ്പിൽ ഓഡിയോ ആയിട്ട് ഇന്നലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഓഡിയോ കാണുക. റിപ്പീറ്റേഷൻ വേണ്ടെന്ന് വെച്ചിട്ടാണ് പറയുന്നത്. കാരണം നമ്മളെ ലെങ്ത്ത് കൂടിപ്പോവും, നമ്മളെ റിവിഷൻ്റെ ലെങ്ത്ത് കൂടിപ്പോവും. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ എന്തൊക്കെ നമുക്ക് ആലോചിക്കാനുള്ളത്, പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ എന്താണ്, പ്രോട്ടീൻസ് ആക്ടേഴ്സ് പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേ ആക്ടേഴ്സ് ചാനൽസ്, ദേ ആക്ടേഴ്സ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ്, ദേ ആക്ടേഴ്സ് പമ്പ്. ഇതൊക്കെ എന്തിനുള്ളതാണ്, ഈ 3 സാധനങ്ങൾ എന്തിനുള്ളതാണ്, മോളിക്യൂൾസിനെ സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളിലേക്കോ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ. പിന്നെ അവർ റിസപ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, സെൽ അഡീഷൻ മോളിക്യൂളായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും കണ്ടൻറ്റ് എവിടെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നലത്തെ വാട്സാപ്പ് ഓഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പോർഷൻ നമുക്കുള്ളത് ഇവർ ആൻറ്റിജനായിട്ട് ആക്ട് ചെയ്യുന്നുള്ളതാണ്. ഇവരെന്തായിട്ട് ആക്ട് ചെയ്യുന്നു, ഒരു ആൻറ്റിജനായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ആൻറ്റിജൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾക്കൊരു ആൻറ്റിജൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മളെ ബോഡിയിൽ ഇല്ലാത്ത ഏതൊരു പ്രോട്ടീൻ നമുക്ക് എന്താണ്, ആൻറ്റിജനാണ്. ഇപ്പോൾ പാമ്പിൻ്റെ വിഷം എന്ന് പറഞ്ഞാൽ പാമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോട്ടീനാണിത് പാമ്പിൻ്റെ വെനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പാമ്പിൻ്റെ വെനം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മളെ ബോഡിയിൽ നോർമലി കാണുന്ന ഒരു പ്രോട്ടീൻ അല്ല. അതുകൊണ്ട് നമുക്ക് പാമ്പിൻ്റെ വെനം എന്താണ്, അല്ലെങ്കിൽ പാമ്പിൻ്റെ ആ പ്രോട്ടീൻ എന്താണ്, നമുക്ക് എന്താണ്, അത് വിഷമാണ്. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഒരു ബാക്ടീരിയ നമുക്ക് ഒരു ആൻറ്റിജനാണ്. ബാക്ടീരിയ എങ്ങനെയാണ് നമുക്ക് ആൻറ്റിജൻ ആവുന്നത്, ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു സെല്ലാണ്. ബാക്ടീരിയ എന്താണ്, ഒരു സിംഗിൾ സെല്ലുലാർ ഓർഗാനിസം ആണത് ബാക്ടീരിയ. അപ്പോൾ ബാക്ടീരിയയ്ക്ക് ഒരു സെൽ മെംബ്രെയിൻ ഉണ്ടായിരിക്കും, ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. ആ പ്ലാസ്മ മെംബ്രെയിനിൽ ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും. മനസ്സിലാവുണ്ടോ? അതിൽ ചില പ്രോട്ടീൻസ് ഒന്നും എന്താ നമ്മുടെ ബോഡിയിൽ കാണുന്ന പ്രോട്ടീൻസ് ആവില്ല. അപ്പോൾ ഒരു ബാക്ടീരിയേൻ്റെ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ നോക്കിയാൽ അതിൽ ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും. അതിൽ കുറേ പ്രോട്ടീൻസ് എന്താവില്ല, നമ്മളെ ബോഡിയിൽ കാണുന്ന പ്രോട്ടീൻസ് ആവില്ല. അത് ബാക്ടീരിയയ്ക്ക് മാത്രമായിട്ടുള്ള പ്രോട്ടീൻസ് ആയിരിക്കും. ആ പ്രോട്ടീൻ നമുക്ക് എന്താണ്, ആൻറ്റിജൻ ആണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറ്റും, ഈ പ്രോട്ടീൻസ് ഒക്കെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, ആൻറ്റിജനായിട്ട് ആക്ട് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അത് നമുക്ക് പ്രശ്നമാണ്. ക്ലിയർ അല്ലേ? ആ വാക്സിൻ ആ ഒരു പോർഷൻ നമുക്ക് പ്രശ്നമാണ്. അതിനെതിരെ നമ്മൾ ബോഡി ആൻറ്റിബോഡി ഒക്കെ ഉണ്ടാക്കും. അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇമ്മ്യൂണോളജിയിൽ പഠിക്കാറുണ്ട്. നമ്മളെ സിലബസിൽ ഇമ്മ്യൂണോളജിയിലെ പോർഷൻ ഉണ്ട്, നമ്മൾ പിന്നെ പഠിക്കും. അപ്പോൾ ആലോചിച്ച് വെക്കുക, എന്താണ് പ്രോട്ടീൻസ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ആൻറ്റിജനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് കൂടി എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് വെക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മളെ പ്രോട്ടീൻസിൻ്റെ ഫംഗ്ഷൻ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ സ്ലൈഡിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ നമ്മൾ നമ്മുടെ വാട്സാപ്പ് ഓഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് കേൾക്കാം. ഓക്കെ.